കർത്താവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. Praise be to God's blessed name. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Praise the Lord. The blessed time. ഈ മാസത്തിന്റെ അവസാനം ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസം ഭാഗ്യമായും പൂർണ്ണമായി ഉപവസിക്കുന്ന ദൈവമക്കളായി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന അവസരങ്ങൾക്കായി കർത്താവിന് നമുക്ക് നന്ദി പറയാം. ദൈവത്തിന് സ്തോത്രം. Let's praise God for all the good opportunities that God gave us to fast in His presence, be it partially or completely, and to gain deliverance from His presence. എല്ലാ പുതുതായി ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ മലയാളം ചർച്ചിലേക്ക് വന്ദനം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. We greet each and every one of you, especially who have joined us for the first time to this Malayalam church. ദൈവവചനം കേൾക്കാൻ ദിവസങ്ങളിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. May God immensely bless you, help you, and strengthen you these days. അല്പസമയം നമുക്ക് ദൈവവചന ധ്യാനത്തിനായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. Today's meditation, let's read the book of Luke, chapter 4, verse 1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആമേൻ സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിലെ ഒരു ഉപവാസത്തെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. And here this chapter deals with fasting. വിവിധ നിലകളിലുള്ള ഉപവാസങ്ങൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. സ്തോത്രം. God, when we read, we can find different types of fasting. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു ഉപവാസമാണ് നമ്മൾ ഇവിടെ വായിച്ച് കേട്ടത്. ദൈവത്തിന് സ്തോത്രം. And this chapter, in the words that we read, we understand this was a fasting by the will of God. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ 40 ദിവസം കർത്താവ് ഉപവാസത്തിലായിരുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ദൈവത്തിന് മഹത്വം. When our blessed Lord Jesus was on this earth, he fasted for 40 days, and that's what we can see here. ദൈവത്തിന് മഹത്വം. വിശുദ്ധ തിരുവെഴുത്തിൽ 40 ഉപവാസങ്ങൾ പലയിടങ്ങളിലും നമുക്ക് പഴയ നിയമത്തിലും ഒക്കെ വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. 40 days of fasting we can see, and we can read in different verses throughout the Bible. ഉപവാസം എന്നുള്ളത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന പറ്റിയിരിക്കുന്ന ഒന്നാണ് ഉപവാസവും പ്രാർത്ഥന എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. Fasting prayer is something wherein we cling on to the Lord, where we hold on to the Lord in His presence. നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവ് ഉപവസിച്ചു, തന്റെ ശിഷ്യന്മാരെ ഉപവസിച്ചു. പഴയ നിയമത്തിൽ ദൈവത്തിന് സ്തോത്രം വിശുദ്ധന്മാരൊക്കെ ഉപവസിച്ച ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്. And in the word of God we read that Lord Jesus fasted, His disciples fasted, and in the Old Testament we can see several saints of God who have fasted. നമുക്ക് ദൈവത്തിന്റെ വചനത്തില് 21 ദിവസത്തെ ഉപവാസങ്ങൾ, 40 ദിവസത്തെ ഉപവാസങ്ങൾ, 7 ദിവസത്തെ ഉപവാസങ്ങൾ, 3 ദിവസത്തെ ഉപവാസങ്ങൾ, ഇങ്ങനെ ഓരോ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാൻ കഴിയുന്നുണ്ട്. And throughout the word of God, both in Old and New Testament, we see different types of fasting. We see fasting for 3 days, fasting for 7 days, fasting for 21 days, fasting for 40 days. And these all fastings were taken with regard to some problems that the people of God, that the children of God experienced. ഇത് 40 ദിവസത്തെ ഉപവാസം എന്ന് പറയുന്നത് ഒരു നീണ്ട ഉപവാസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. We understand that 40 days of fasting is a very long fasting. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നീണ്ട 40 ദിവസം ഫാസ്റ്റിംഗിലായിരുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. And the verse that we read initially was wherein we read that our blessed Lord Jesus fasted for 40 days.
അനേക ഭക്തന്മാരും അങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ ലോകത്തിന്റെ 5 വൻകരകളിലും ഉണ്ട്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. And throughout the 5 continents of this world, we see how the different saints of God have fasted for 40 days in Lord's presence. എനിക്ക് വർഷങ്ങൾക്കപ്പുറം എൻ്റെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു 40 ദിവസം ഫുൾ ഇരിക്കണമെന്ന്. ഇന്നേക്ക് 10-25 വർഷങ്ങൾക്കപ്പുറം ഹൃദയത്തിൽ വലിയൊരു വാഞ്ചയായിരുന്നു. അങ്ങനെ ഇരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. Pastor says that several years back he had that great desire to sit fasting, to fast for 40 days, to completely fast for 40 days, and according to the good desire of his heart, God fulfilled that desire and he was able to sit fasting for 40 days. എന്നാൽ 21 ഞാൻ 2 പ്രാവശ്യം ദൈവസന്നിധിയിൽ ഇരുന്നു. അതെനിക്ക് ശാരീരികമായി ഒക്കെ ബലം ലഭിക്കുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. That he was able to sit fasting for completely fast for 21 days, and during those times God gave him his strength. എന്നാൽ 40 ദിവസം ഇരുന്ന സന്ദർഭത്തിൽ എൻ്റെ ഫാസ്റ്റിങ്ങിന്റെ 37ാം ദിവസം എനിക്ക് ശാരീരികമായി വളരെ പ്രയാസം അനുഭവിച്ച ദിവസങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന്. And Pastor says when he fasted for 40 days, on the 37th day of his fasting, he began to experience some physical some problems in his body. എന്നാൽ അത് 37ാമത്തെ ദിവസം അങ്ങ് നിർത്തിയാൽ എന്താണ് എന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം എനിക്ക് ഉണ്ടായത് ഞാൻ ചിന്തിക്കുവാൻ ഇടയായി ഈ രാവിലെ സമയം. And this morning time, Pastor says that he recollected that how on the 37th day of his fasting, he experienced some severe problems in his body, and he wasn't able to, he thought of probably he might not be able to continue his fasting for 40 days. എങ്കിലും ദൈവത്തിന്റെ ആലോചന ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് എന്നെ സഹായിച്ചു. 40 പൂർത്തീകരിപ്പാൻ കർത്താവ് എനിക്ക് ബലം നൽകി. ഞാൻ അതൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായ കാലങ്ങൾ, അതൊക്കെ എൻ്റെ ജീവിതത്തിന്റെ ഒരു വിടുതലിന്റെയും ഉദ്ധാരണത്തിന്റെയും കാലങ്ങളായി ഞാൻ കരുതുന്നു. The pastor says that during those times, because that fasting was taken according to God's will, God gave him his immense strength to complete fasting for 40 days. And Pastor recollects that those days were the days when that led him into his redemption and into his deliverance that was provided by God. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ, അവൻ മനുഷ്യനായിരുന്നപ്പോൾ നമ്മുടെ കർത്താവ് ഉപസിച്ച ഭാഗമാണ് നമ്മൾ വായിച്ചത്. And in the verse that we read is when our Lord Jesus, when he came down in the form of a man, that's when he took this fasting for long 40 days. ഇത് സ്ഥലം, പരീക്ഷ നടന്ന സ്ഥലം, ഈ ഉപസിച്ച സ്ഥലം യഹൂദ മരുഭൂമിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. And where he fasted, probably the area or the location where he fasted was the wilderness in Jordan. അവിടെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങിയെന്നാണ്. ദൈവത്തിന് മഹത്വം. And the first verse we read, Jesus, full of the Holy Spirit, returned from the Jordan River. ആ പദം വളരെ ശ്രദ്ധേയമായ ഒരു പദമാണ്. യേശുവിനെ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായിരുന്നു. And in the verse that we read, we understand that our Lord Jesus was full of Holy Spirit. Praise the Lord. Hallelujah. ഒരു നിറയപ്പെട്ട അനുഭവം കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനുഷ്യനായിരുന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. And our Lord Jesus, when he came down in the form of a man, even at that time, he had this experience of fullness of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മാത്രമേ നമുക്ക് ജയകരമായ ജീവിതം, സാത്താനെ ജയിക്കാൻ നമുക്ക് കഴിയുള്ളൂ. And only by the fullness of this Holy Spirit we will be able to conquer the devil. കേവലം ടീച്ചിങ്, വചനം മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവ് യേശുവിൽ ഉണ്ടായിരുന്നു. And not only did he have the knowledge of the word of God, but he had the fullness of Holy Spirit in him. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. നമുക്ക് അത് കാണാൻ കഴിയുന്നത് കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഭാഗം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം.
And when we read book of Luke chapter 3 verse 21 onwards, we understand that how Lord Jesus was being filled by the Holy Spirit. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന്. And in verse 21 and 22, we read that as he was praying, the heavens opened and Holy Spirit in bodily form descended on him like a dove. അവിടെ അടുത്ത് പറയുന്ന നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. Then it says, and a voice from heaven said, you are my dearly loved son, and you bring me great joy. അപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് കേവലം വചനം മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ശുശ്രൂഷയായി. So we understand that the ministry that Lord Jesus did when he was in this world was not only that he had the full knowledge of the word of God, but he had that experience of fullness of Holy Spirit. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് മനുഷ്യനായിരുന്നപ്പോൾ നിറവിന്റെ അനുഭവത്തിലാണ് സാത്താനെ മനുഷ്യപുത്രനായിരുന്നപ്പോൾ അവൻ ജയിക്കുന്ന ഭാഗങ്ങളാണ് 4-ാം അധ്യായം നിങ്ങൾക്ക് സൂക്ഷിച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. And when we read this word of God, when we read chapter 4, the book of Luke chapter 4 diligently, we can understand that how our Lord Jesus, being the Son of Man, when he came down in the form of a man, he was able to conquer the devil one by this fullness of Holy Spirit. കേവലം വചനം മാത്രമല്ല, ആത്മനിറവ് കർത്താവിൽ ഉണ്ടായിരുന്നു. Not only did he have the knowledge of the word of God, but he had this fullness of Holy Spirit. ദൈവത്തിന്റെ സഭ വിശ്വസിക്കുന്നത് വചനത്തിൽ മാത്രമല്ല, ആത്മനിറവിൻ ജീവിതത്തിലും പുതിയ നിയമസഭ വിശ്വസിക്കുക. The New Testament Church of God does not only believe in knowing the word of God thoroughly, but it also believes in living in the fullness of the Holy Spirit. 4-ാം അധ്യായത്തിൽ ഒരു വാക്യം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് സുപരിതമാണെന്ന് തോന്നുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് യെശയ്യാപ്രവചനത്തിലെ ഉദ്ധരണി കർത്താവോട് ഓർപ്പിക്കുന്നത്. And when we read further in chapter 4 verse 18, there Lord Jesus says, which is also being said in the book of Isaiah, where he repeats himself and says that the Spirit of the Lord is upon me, for he has anointed me to bring good news to the poor. അപ്പൊ സുവിശേഷം അറിയിക്കണമെങ്കിൽ കർത്താവിന് എന്താ ഉണ്ടായിരിക്കണം? അഭിഷേകത്തിന്റെ ഒരു ആത്മാവിന്റെ മേൽ ഉണ്ടായിരിക്കും. It means that if you have to proclaim the good news to the people in the world, you need to be anointed by the Holy Spirit. അതാണ് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കേണ്ടതിന് യഹോവയായ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. And in verse 18 and 19 we read, the Spirit of the Lord is upon me, for he has anointed me to bring good news to the poor. He has sent me to proclaim that the captives will be released, that the blind will see, that the oppressed will be set free, and the time of the Lord's favor has come. ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനവും അഭിഷേകവും ഒരുപോലെയാണ് യേശുവിൽ വ്യാപരിച്ചത്. And when we read this word, we understand that the word of God, the power of the word of God and the Holy Spirit, it equally descended on our Lord Jesus. നമുക്കറിയാം പഴയ നിയമത്തിലൊക്കെ മോശയുടെ ഒക്കെ ജീവിതത്തില് 40 വർഷമായപ്പോഴാണ് ഖോരേബിൽ വന്നപ്പോഴാണ് പുള്ളിക്ക് ഈ അഭിഷേകവും ഈ ദൈവസാന്നിധ്യമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. And we understand through the life of Moses, when he had already completed 40 years, when he came to Horeb, that is when he understood the fullness of the Holy Spirit and the ministry of the Lord. എന്നാൽ അതിനു മുമ്പ് ഈജിപ്തിലെ സ്തെഫാനോസിന്റെ പ്രസംഗത്തിലൊക്കെ പറയുന്നത് ഈജിപ്തിലെ സകല ജ്ഞാനം, റോയൽ ഫാമിലിയിലാണ് ജനിച്ചത്, അതുകൊണ്ട് ഈജിപ്തിലെ സകല ജ്ഞാനവും സാമർഥ്യവും ഈജിപ്ഷ്യൻ കൾച്ചർ, റോയൽ ഫാമിലിയിലെ എഡ്യൂക്കേഷൻ ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പെന്ററ്റ്യൂക്ക്, ജെനിസിസ്, എക്സോഡസ്, ലിവിറ്റേഴ്സ്, നമ്പേഴ്സ്, ഡ്യൂട്രോണമി ഇതൊക്കെ എഴുതാൻ ഇടയായി തീർന്നത്. തനിക്ക് നല്ല ജ്ഞാനമുണ്ടായിരുന്നു. But we also read that before he could come to Horeb, he was born in the royal family. He received the high education that the people in the palace would receive, and that is why he was able to write all those first five books in the Bible, and which means he was quite knowledgeable.
ഈ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ മോശ എഴുതിയ ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യത്തിലൊക്കെ ഞാനങ്ങ് പറയുകയാണ്, നമുക്കറിയാവുന്നത് കൊണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്നൊക്കെ മോശ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം മോശ എഴുതി വെക്കുന്നതൊക്കെ വളരെ താൻ അതിനു മുമ്പേ താന് അതിന്റെ പഠനത്തിലൂടെ ധാരാളം താൻ മനസ്സിലാക്കിയിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. And through the education that he had received, it is only through that he was able to write those things that were made, that were created even before he was born into this world, as we can see in Genesis chapter 1 verse 1. അപ്പോൾ പഠനത്തിലൂടെ വലിയ നോളജിലൂടെ അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ദൈവത്തിന്റെ മഹത്വം. Through his education, through his training that he has received, he was able to pen down a lot of great things. അതെല്ലാം ആവശ്യമാണ്, ഏറ്റവും ആവശ്യമാണ്. അത് നമുക്ക് പ്രയോജനം ചെയ്യുവാൻ ഇടയായിത്തീരും. And that is all essential, and that can truly be used for our personal, our spiritual edification. എന്നാൽ 40 വർഷം കഴിഞ്ഞപ്പോൾ കോരേബിൽ വന്നപ്പോഴാണ് ആരാണ് ദൈവമെന്ന് തനിക്ക് മനസ്സിലാക്കാൻ, എഴുത്തിലല്ല, ആമേൻ, അനോയിന്റിങ്, അവിടെ വെച്ചാണ് തനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. After 40 years, that when he came to Horeb, he was able to understand that who truly his God was, and he was being anointed by the Holy Spirit. അതിനു മുമ്പേ ദൈവമാണെന്നും ദൈവത്തെ കുറിച്ചുള്ള വലിയ എഴുത്തുകളും വലിയ നോളജും കാര്യങ്ങളൊക്കെ താനെ എഴുതിയ പുസ്തകങ്ങളാണ് ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങൾ. എന്നാൽ ശരിക്കും താൻ മനസ്സിലാക്കിയത് ആടിനെ തീറ്റി ഹോരേബിൽ വന്നപ്പോഴാണ്, ദൈവത്തെ താൻ മനസ്സിലാക്കുമ്പോഴാണ് തന്റെ ജീവിതത്തിന് ഒരു അനോയിന്റിങ്, അഭിഷേകം ഉണ്ടാകും. And before the Horeb experience, he had all the knowledge that he wanted to write those 5 books, the first 5 books of the Bible. But only after he came to Horeb, he received the anointing and he truly experienced who God was. അപ്പോൾ 40 വർഷത്തെ ട്രെയിനിങ് നല്ലതായിരുന്നു. So those 40 years of training that he received was really good. എന്നാൽ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും ധാരാളം ബൈബിൾ ട്രെയിനിങ് അറിയാവുന്ന ധാരാളം ആൾക്കാരുണ്ട്. We know that throughout this world there are several people who have undergone training or who are well known to train other people in the Bible. എന്നാൽ ട്രെയിനിങ് ആയി മാറണമെങ്കിൽ അനോയിന്റിങ് വരുമ്പോഴാണ് ട്രെയിനിങ് പ്രയോജനപ്പെടുന്നത്. But if this training or the knowledge that you have has to come into practice, that can be put into practice only through the anointing that you receive. 40 വർഷം തികഞ്ഞപ്പോഴാണ് അവന് കർത്താവിനെ ശരിക്കും ദൈവത്തെ അവൻ മനസ്സിലാക്കാൻ ഇടയായി. But only when he completed 40 years, that is when he was truly able to understand who his God is. അതിനുശേഷം മോശ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ് പിന്നീട് താൻ എഴുതുന്നത്. After that, the things that he wrote down is how he experienced his God and what all experiences he received after that. അപ്പോൾ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല പൗലോസ് പറയുന്നത്, ആത്മാവിന്റെ പുതുക്കത്തിലാണ് ദൈവത്തിന്റെ സഭ മുന്നോട്ട് പോകുന്നത്. It is not through the knowledge of the words or through the knowledge that we have that we live, but it is through the fullness, it is through the renewing of the Holy Spirit that we have in him, is through which we can lead our lives ahead. നമ്മളിവിടെ വായിച്ച ദൈവത്തിന്റെ മഹത്വം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്നാണ് എഴുതിയിരിക്കുന്നത്. And here we read in the words that we read initially that Jesus was filled with the Holy Spirit. കർത്താവിന്റെ ശുശ്രൂഷയിൽ ശക്തിയോടെ നടന്ന അനേക രോഗികൾ സൗഖ്യമായി. നിങ്ങൾ സിനോപ്റ്റിക് ഗോസ്പൽ സമവീക്ഷണ സുവിശേഷങ്ങൾ നോക്കൂ. യേശുവിന്റെ അടുക്കൽ വന്നവരൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് വിടുതൽ പ്രാപിച്ചതായിട്ട് നമുക്ക് സുവിശേഷങ്ങളിൽ എവിടെ അങ്ങോട്ട് മറിച്ചു നോക്കിയാലും വായിച്ചാൽ കാണാൻ കഴിയും. And throughout the Gospels, when we read, we understand that how when whoever a sick person would approach our Lord Jesus, how the power of Holy Spirit was touched. The power of Holy Spirit touched that sick person, and they were instantly healed. അപ്പോൾ വചനത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവിനും കർത്താവ് കൊടുത്തിരുന്നു. So we understand that Lord Jesus gave equal importance to the word of God as well as the fullness of Holy Spirit. അപ്പൊ ഞാൻ ഇത് ചിന്തിക്കുവാനിടയായി, യേശുവിന് പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമായിരുന്നെങ്കിൽ. So if we understand through this, we understand that if our Lord Jesus wanted or desired for the fullness of Holy Spirit, ആമേൻ ഹല്ലേലൂയ, നമുക്ക് എത്രമാത്രം അധികം ആവശ്യമാണ്. Then how much more we need the fullness of Holy Spirit.
പ്രൈസല അതുപോലെ യേശുവിന്റെ ശിഷ്യന്മാരും പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവരും സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്. And when we come to the book of Acts, we can see how the Lord's disciples were also filled by the power of Holy Spirit. അവരെ കൂടിയിരുന്നപ്പോൾ അവരുടെ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി അവർ ആത്മാവിൽ നിറഞ്ഞു എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. And we read in chapter 2, we read how the place where they came together, that place shook, and the power of the Holy Spirit descended on them. വചനം കേട്ടവർ ആത്മനിറവിൻ ജീവിതം ഉണ്ടായി അവർ വളർച്ച പ്രാപിച്ചു എന്നാണ് ആദിമസഭയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. About the first century church, we understand that how they heard the word of God, they received the power of the Holy Spirit, and they lived a successful Christian life. അപ്പോൾ യേശുവിന്റെ 12 ശിഷ്യന്മാരും ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവം പ്രാപിച്ചത് കൊണ്ടാണ് ലോകത്തിന്റെ 5 വൻകരകളിൽ പോയി ദൈവത്തിന് അനേകരെ കർത്താവിലേക്ക് നേടുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. Because all the 12 disciples of the Lord were able to receive this fullness of Holy Spirit, that is why they were able to spread the good news all throughout the world. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വായിക്കാം. The book of Acts chapter 3 verse 12. ദൈവത്തിന് മാത്രം സ്തോത്രം. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവരെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അപ്പോൾ നോക്കുക, ഈ യേശുവിന്റെ ശക്തി ശിഷ്യന്മാരിൽ വ്യാപരിച്ചു. പ്രധാനിയായ പത്രോസിന്റെ വാക്കുകളാണ് ഇത്. ഞങ്ങളുടെ സ്വന്തം ശക്തിയല്ല, ഭക്തി കൊണ്ടും ഒന്നും അല്ല നടക്കുമാറാക്കിയത്, ഇത് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന അനുഭവമാണ്. So we understand through this verse that the power of the Holy Spirit that was there in Lord Jesus also transmitted into his disciples, and that is why we read here that Peter says that, why do you stare at us as though we made this person walk by our own power or godliness? But he proclaims there that it is by the power of the Lord Jesus Christ. ഞാൻ പറഞ്ഞത് വചനത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ ഒരു റെയിൽവേയുടെ ട്രാക്ക് പോലാണ് പരിശുദ്ധാത്മാവിന്റെയും പ്രാധാന്യം. So we understand that the word of God and the Holy Spirit, the fullness of Holy Spirit, they go hand in hand, they go parallel to each other. പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. ദൈവത്തിന് സ്തോത്രം. Acts chapter 4 verse 8. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നത് ഒറ്റ വേർഡ് കണ്ടോ, പരിശുദ്ധാത്മാവ് പത്രോസ് നിറഞ്ഞവനായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. And the first part of that verse we read, then Peter filled with the Holy Spirit. ഞാൻ എന്തിനാണ് നിർത്തി വായിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു, അവന്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായിരുന്നു. ഇവിടെ പത്രോസും നിറയപ്പെട്ട ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. So through this we understand our Lord Jesus was filled with the power of the Holy Spirit, his disciples were filled with the power of the Holy Spirit, and through this verse we understand Peter was filled with the Holy Spirit. അപ്പൊ ആ സുവിശേഷത്തിന്റെ വ്യാപ്തി ആദിമ നൂറ്റാണ്ടിൽ നിങ്ങൾ പ്രവൃത്തിയുടെ പുസ്തകം വായിച്ചു നോക്കൂ. സുവിശേഷം വ്യാപിച്ചത്, ആ സുവിശേഷത്തിന്റെ വാതിൽ തുറന്നത്, ദൈവം ഉപയോഗിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവിന്റെ നിറവായിരുന്നു. So throughout the book of Acts we understand that how the gospel, how the good news was spread to the people, how the doors to spread the good news was open for the people, and that the reason behind that is the fullness of the power of Holy Spirit. ഈ കർത്താവ് ഒരുമലയിൽ നിന്ന് പോകാൻ നേരത്തെ ശിഷ്യന്മാർക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. And we know that when Lord Jesus stepped on the Olive Mountains, the disciples were quite burdened in their heart. ഉടനെ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ കംഫോർട്ടൻ ആശ്വാസപ്രദനെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞു. And where Jesus comforted them and said that it is important that I should go, because only if I go the comforter will come to you and comfort your hearts. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ വചനത്തിന് എന്ത് പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഉള്ള ജീവിതം എന്ന് പറയപ്പെടുന്നത്. So we understand that both the power of the word of God and the fullness of the Holy Spirit both are equally important.
അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 3-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. സ്തോത്രം. The book of Acts chapter 4 verse 31. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ ആമേൻ സ്തോത്രം അവർക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായിരുന്നു. ദൈവത്തിന്റെ മഹത്വം. So for them to preach the word of God with boldness, they had the fullness of Holy Spirit. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു ഭാഗം മാത്രം കേൾക്കുന്നവരായിട്ടല്ല ആമേൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതും ശിഷ്യന്മാർക്ക് ലഭിച്ചതും നമ്മൾ അതിന്റെ എല്ലാ അംശങ്ങളും ചിന്തിച്ച് ഒരു ജയകരമായ ക്രിസ്തു ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. And Lord wants us to grasp all the good things that God has taught us. God has taught his disciples so that we can listen to it and live our life carefully according to that. ഫസ്റ്റ് കൊരിന്ത്യയിലേക്ക് ഒന്ന് വരാം. അതിന്റെ ചാപ്റ്റർ 2 വേഴ്സ് 5 ഒന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 1 Corinthians chapter 2 verse 5. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. പൗലോസ് ഈ ലേഖനങ്ങളെല്ലാം നമുക്ക് തന്ന പൗലോസിന് ദൈവത്തിന് സ്തോത്രം കേവലം വചനം മാത്രമല്ല ആത്മനിറവിൻ ജീവിതം പൗലോസിനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. The life of Paul, we understand that he just did not have the knowledge of the word of God, but he had this fullness of Holy Spirit. ഈ കൊരിന്ത് സഭയിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പൗലോസ് അവരോട് പറയാണ്, എന്റെ വചനം എന്ന് പറയുന്നത് അത് എന്റെ പ്രസംഗം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനശാലയാണ്. And here the Paul reminds to his people, reminds to the believers that his the message that he has given is not dependent on his own strength or on the power of the words that he uses, but it depends on the fullness of the Holy Spirit. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ശിഷ്യന്മാർക്ക് ആ നിറവുണ്ടായിരുന്നു. അപ്പോസ്തലന്മാർക്ക് പത്രോസിന് ആ നിറവുണ്ടായിരുന്നു, പൗലോസിന് ആ നിറവുണ്ടായിരുന്നു, ആ കൃപകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. Through the word of God, we understood that our Lord Jesus was filled with the power of Holy Spirit. His disciples were filled with the power of Holy Spirit. Peter was filled with Holy Spirit, and Paul was filled with Holy Spirit. അപ്പോൾ നമ്മള് വചനത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് നമ്മൾ കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. Also understand that the importance that we give to the word of God, the equal importance we have to give to the fullness of the Holy Spirit. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ദൈവത്തിന് സ്തോത്രം. And that is why we read in the first verse that we read that Lord Jesus was filled with the power of Holy Spirit and he left Jordan. ആ വാക്യത്തിൽ യേശു ആമേൻ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവിനാൽ അവനെ നടത്തുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. And there we read that how he was led by the Spirit into the wilderness where he was where he was supposed to be tempted. യേശു അവന്റെ പരീക്ഷ യഥാർത്ഥമായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. And there we know that his temptation was real. എന്നാൽ ആ പരീക്ഷയിൽ മാലിന്യമേശാതെ കർത്താവോടെ ജയിക്കുന്നതായിട്ട് നമുക്ക് അധ്യായത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. And in that chapter that our Lord Jesus was not being deceived by that temptation, but he was able to overcome the devil one. എന്തിനാണ് ഇന്ന് പകൽ ഈ വേദഭാഗം നമുക്ക് ബലം തരുന്ന എന്താണ്? ദൈവത്തിന് സ്തോത്രം. What we understand through this chapter, നാം പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയേണ്ടതിന് അവൻ പരീക്ഷിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. And when we are being tempted, so that our Lord Jesus can show us his mercy, that is why he was also tempted. അപ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വസിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. And we read that how the Holy Spirit lived in him. അത് നമ്മൾ വായിച്ചു. നമ്മൾ ലൂക്കോസ് 3:22 പ്രാവ് പോലെ അവന്റെ മേൽ വന്ന് വസിച്ചു എന്ന് എല്ലാവർക്കും അതറിയാം. ദൈവത്തിന് സ്തോത്രം. And we have read and we all know that how in chapter 2 we read that how the Holy Spirit descended in the form of a dove. അപ്പൊ പരാമൻ അവിടെ പരീക്ഷിക്കപ്പെടുവാൻ നടത്തിയതും ആത്മാവ് നിറഞ്ഞ്
ആത്മാവിൽ നടത്തുന്ന ഒരു അനുഭവം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. There we read that how he was being led by the Holy Spirit to be tempted. അപ്പോൾ ആത്മാവ് നിറയുമ്പോൾ പരീക്ഷകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. Which means that when you are filled by the Holy Spirit, you will surely have to face some temptations. അപ്പോൾ ഒരു ആത്മനിറവിൻ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് പരീക്ഷകളുണ്ട് എന്ന് ഈ വചനം നമ്മെ ഗ്രഹിപ്പിക്കുകയാണ്. Through this word of God, we understand that if you desire to live a life filled with the Holy Spirit, you will surely have some trials or temptations. പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങളാണ് നമ്മൾ താഴെയുള്ള അധ്യായത്തിൽ വായിക്കുന്നത്. When we read further down, we understand that how the devil one tried to tempt our Lord Jesus. പിശാച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ദൈവഹിതം പരിഗണിക്കാതെ തന്റെ കാര്യസാധ്യത്തിനായി തനിക്ക് ലഭിച്ച വിശേഷ അധികാരം വിനിയോഗിക്കുമോ എന്നാണ് താൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവഹിതം അവിടെ എഴുതി, ദൈവഹിതം പരിഗണിക്കാതെ തന്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഈ അധികാരം ഉപയോഗിക്കുമോ എന്ന് പിശാച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. So the devil thought that he would not subject, Lord Jesus would not subject to the will of God, and Lord Jesus would utilize his godly characters in order to fulfill what the devil said. അവിടെ ലൂക്കോസ് 4:2 ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. But then there we read that how Lord Jesus did not respond to what the devil one did. ആമേൻ സ്തോത്രം. ഉപവാസത്തിൽ അവന് വിശപ്പുണ്ടാകുന്നത് തെറ്റല്ല. ദൈവത്തിന് മഹത്വം. സ്തോത്രം. Verse 2 we read that how he did not eat anything, and we understand that if you are hungry, it is not a sin. ഇവിടെ നമുക്ക് ഒന്നാമത്തെ പരീക്ഷയിൽ പിശാച് കർത്താവിനെ പരീക്ഷിക്കുന്ന ഭാഗത്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ആ ഒന്നാമത്തെ പരീക്ഷയിലും അവസാനത്തെ പരീക്ഷയിലും ഒരു ചെറിയ വാക്കിലൂടാണ് പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വരുന്നത്. ദൈവത്തിന് മഹത്വം. So the first temptation and the second temptation, we understand that it is by a single word that the devil is trying to tempt Lord. അവിടെ ഒരു പദമുണ്ട്, നീ ദൈവപുത്രനെങ്കിൽ എന്ന ഒരു ചെറിയ വാക്കിലൂടാണ് താനെ പരീക്ഷിക്കാൻ വരുന്നത്. And here he tempts by saying this one particular phrase, that if you are the Son of God. നോക്കിയാണ്, പിശാച് യേശുവിന്റെ അടുക്കൽ വന്നത് വലിയ കാര്യമായിട്ടൊന്നുമല്ല, ഒരു ചെറിയ വാക്കിലൂടെ അവനെ പിടിച്ചു കെട്ടാനാ വരുന്നത്. ദൈവത്തിന് മാത്രം. And here we understand that the devil is not trying to tempt Lord by some bigger things or bigger words, but by a single word or a single phrase, that if you are the Son of God. ഒന്നാമത്തെ പരീക്ഷയിലും അവസാനത്തെ പരീക്ഷയിലും ഈ രണ്ട് പദം എടുത്തു പറയുന്നുണ്ട് വൈദ്യനായ ലൂക്കോസ്. നീ ദൈവപുത്രനെങ്കിൽ ആ പദം, ഒരു ചെറിയ പദം പറഞ്ഞ് ഒരു നല്ല കാര്യം തെറ്റായ വിധത്തിൽ ചെയ്യാൻ കൊണ്ടുവരുന്ന ഒരു പദ്ധതി പിശാച് അവിടെ കൊണ്ടുവരുന്നതായിട്ട് കാണാൻ കഴിയുന്നു. And the first and the last temptation that the devil had put forward, he used one single phrase, that is, if you are the Son of God. And through this we understand that how by one particular word he was trying to drag Lord into committing a sin. എന്നെ ദൈവാത്മാവ് ഗ്രഹിപ്പിച്ചത് പിശാച് നാം അറിയാതെയാണ് നമ്മളെ ഒരു അനുഭവത്തിലേക്ക് വഴി നടത്തുന്നത്. We understand that the devil tries to lead us into sin without our knowledge sometimes. അപ്പൊ ഒരു നല്ല കാര്യം തെറ്റായ സമയത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല കാര്യം തെറ്റായ ഉദ്ദേശത്തോടു കൂടെ ചെയ്യാൻ സാത്താൻ അവിടെ ചെറിയ വാക്കിലൂടെ വരിക. And here the devil is trying to use one particular phrase to commit something bad through something good, or to commit something good through a bad intention. അതുകൊണ്ടാണ് നീ എങ്കിൽ എന്നുള്ള പദപ്രയോഗത്തിലാണ് സാത്താൻ അവിടെ ആ ചെറിയ പദം കൊണ്ടുവരുന്നത്. That's why we see that before using that phrase, he says that if, he uses the word if. ഈ എങ്കിൽ എന്നുള്ള പദം വേദപുസ്തകത്തിൽ ഒത്തിരി സ്ഥലത്തുണ്ട്. എടുത്ത് ഞാൻ വായിച്ച് അങ്ങനെ സമയം കളയുന്നില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഓർപ്പിച്ചു വിടാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണ്ടി. The word if is used several times throughout the word of God, and we would like to remember meditate on some of the examples through the word of God.
അത് എടുത്ത് വായിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ് പെട്ടെന്ന് വിടാം. And I plainly say it without reading it. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജീവനുണ്ട് എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു എന്നൊരു പദം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. In the book of Revelation, we read that you say that you are alive, but you are dead. അതുപോലെ പഴയ നിയമത്തിൽ നമ്മളെല്ലാം പ്രാർത്ഥനയിൽ ഉരുവിടുന്ന ഒരു വാക്യമാണ്, നിങ്ങൾ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നു എങ്കിൽ ഞാൻ ദേശത്തിന് സൗഖ്യം തരും. എങ്കിൽ എന്നുള്ള പദം ഇവിടെ ഉണ്ട്. And in the Old Testament, we read that how Lord said that if you leave all your evil ways, your wicked ways, if you leave all your wicked ways, then I shall surely bless you. ഇങ്ങനെ എങ്കിൽ എന്നുള്ള പദങ്ങൾ ധാരാളം ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. So this word if is used several times throughout the Bible. ഇവിടെ ഇതാണ് പിശാച് ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ പദമാണ്, നീ ദൈവപുത്രനെങ്കിൽ എന്നാണ് കൊണ്ടുവരുന്നത്. And here also the devil tries to use that word if you are the son of God. 3-ാം അധ്യായം വായിച്ചിട്ടുള്ള ദൈവമക്കൾക്കറിയാം, ഇവിടെ പിശാച് അത് പറയേണ്ട കാര്യമില്ല. 3-ാം അധ്യായത്തിൽ ഗലീലക്കടലിൽ അതിന്റെ തീരത്ത് കർത്താവ് സ്നാനപ്പെട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ സ്വർഗം തുറന്ന് ഗലീലയിൽ നിൽക്കുന്ന എല്ലാവരും, പരീശന്മാര്, ശാസ്ത്രിമാര്, യഹൂദാജനത്തിന്റെ മുമ്പിൽ എല്ലാവരും കാണുക, സ്വർഗം തുറന്ന് പറഞ്ഞതാണ്, ഇവൻ എന്റെ പ്രിയപുത്രനെന്ന് വ്യക്തമായ ശരീര ശബ്ദം ആ വെള്ളത്തിൽ ഉണ്ടായതാണ്. And we know that the devil was not supposed to ask that question, that if you are the son of God, because we know in chapter 3 verse 21 onwards we read that how when Lord Jesus when he was baptized and he came out of the water, that the Holy Spirit descended on him and the heavens were open and the Holy Spirit descended on him, and there was a clear voice that everyone who surrounded him at that time heard very clearly, saying that you are my dearly loved son and I am well pleased with you. അപ്പൊ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോ സ്വർഗം തുറന്ന് ഇടി മുഴക്കം പോലൊരു ശബ്ദം എല്ലാവരും കേട്ടതാണ്. 2000 വർഷങ്ങൾക്ക് മുൻപേ ഇവൻ എന്റെ പ്രിയപുത്രൻ എല്ലാവരും കേട്ട് ഗലീല മുഴുവനും നടുങ്ങിയിരിക്കുമ്പോഴാണ് 4-ാം അധ്യായത്തിൽ പിശാച് ഈ ചെറിയ പരിപാടിയുമായിട്ട് വരുന്നത്. So we read in chapter 3 when Lord Jesus came out of the water after being baptized, the heavens were open and everyone, each and every person who surrounded Lord at that time, that person heard this voice very clearly, that you are my beloved son. And in spite of that, in chapter 4 we read that how devil one is bringing that small thing into Lord's attention and trying to tempt him through that. കാരണം പിതാവ് സ്വർഗത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ പുത്രനെ അയച്ചതാണ്, എന്റെ മകനാണ്, എന്റെ പ്രിയപുത്രനാണ് എന്ന് എല്ലാവരും കേൾക്ക പറഞ്ഞിരിക്കെ വീണ്ടും പറയാണ് പിശാച് ഒരു അല്പം കഴിഞ്ഞപ്പോൾ പറയാണ്, നീ ദൈവപുത്രനെങ്കിൽ എന്ന് പറഞ്ഞ ആ പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിന് ഉലച്ചിൽ വരുത്താൻ, സംശയം വരുത്താൻ പിശാച് കൊണ്ടുവരുന്ന ചെറിയ പരീക്ഷണമാണ്. And we know in chapter 3 that how God the Father had openly declared and proclaimed that he is my son and in him I am well pleased. And in spite of that, in chapter 4 we read that here the devil one is trying to bring that one particular phrase by saying that if you are the son of God, and here he's trying to disturb the relationship between Lord Jesus and his father. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംശയം ഇടിയിക്കുകയാണ്. സംശയം എന്ന് പറഞ്ഞാല് ശരിയാണ്, എന്നെ പിതാവ് അയച്ചതാണോ? ആ ബന്ധത്തെ ഉലയ്ക്കുന്ന, സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധത്തെ ഉലയ്ക്കുന്ന, സംശയമിടിയിക്കുന്നതായ ആ പിശാചിന്റെ ആ ഒരു പ്രത്യേക പദ്ധതി എന്നെ ദൈവാത്മാവ് എടുത്ത് കാണിച്ചു. The Holy Spirit is reminding us that the trick of the devil one by bringing by bringing a small phrase, by bringing a small word into our Lord's attention, he is trying to destroy the relationship that Lord Jesus has with his father by creating that small doubt in his heart. ഇന്ന് പകൽ നിങ്ങൾ സ്വർഗീയ പിതാവിന്റെ മക്കളാണ്, ദൈവസന്നിധിയിൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ചാൽ നിശ്ചയമായിട്ടും ആ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കൊരു മറുപടി ഉണ്ട്. We being the children of God, when we look onto the heavens and cry out to him that my Lord Father, our Abba Father, then surely he shall answer your prayer and he shall deliver you. നമ്മൾ പിതാവിൽ നിന്ന് ജനിച്ചതാണ്. ബോൺ അഗെയിൻ നമ്മൾ ജനിച്ചവരാണ്, അവന്റെ മക്കളാണ്, ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളാണ്. അതിന് സാത്താന്റെ ഒരു
കോംപ്ലിമെന്റ്സും ഒരു കമന്റും ഒന്നും നമുക്ക് ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. And we all know very well that we are being born by him. We are being born by through our Lord Jesus Christ into his kingdom. And we are our Lord's own people, special people. We are a special possession. And that is why we don't need any compliments or any comments from the devil one to declare or to authorize our relationship with our God. പിതാവിന്റെ മടിയിലിരുന്ന പുത്രൻ തമ്പുരാനെ ഭൂമിയിലേക്ക് ദൈവം അയച്ച് തന്റെ ദൗത്യത്തിന് വേണ്ടി ദൈവം കൊണ്ടുവന്ന ആ പ്രവൃത്തി അങ്ങോട്ട് തുടങ്ങുമ്പോഴാണ് ആ പ്രവൃത്തിക്ക് തടസ്സം വരുത്തുവാൻ, അതിനെ ഒതുക്കാൻ സാത്താൻ കൊണ്ടുവന്ന ചെറിയ പരീക്ഷണത്തിലൂടെ അവനെ പരീക്ഷിക്കാൻ കൊണ്ടുവന്ന ഒരു പരീക്ഷണമാണിത്. And we know Jesus, who himself was in the heavenly places, he came down in the form of a man, and when he was about to start that great work that his father had commissioned onto him, that is when the devil is trying to tempt him by bringing these small and petty things into his attention. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ജാഗരിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഉലയ്ക്കുന്ന, ആ സംശയമിടിയിക്കുന്നതായ, അല്ലെങ്കിൽ ആ ബന്ധം തകർത്ത് കളയത്തക്കവണ്ണം പിശാചിന്റെ ഏറ്റവും വലിയ ഐഡിയ എന്ന് പറയുന്നത് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിക്കുക, ആ ലൈൻ മാറ്റിക്കളയുക. അതാണ് അവന്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത്. And the great scheme that the devil one always tries to employ is that he destroys or disturbs the relationship that we share, that we have with our Lord Jesus, with our Father in heaven. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അത് ഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. We know our Lord Jesus, he was able to discern through the Holy Spirit what the devil was saying. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ ഗ്രഹിച്ച് ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. When we would have this fullness of Holy Spirit in our life, we will be able to discern certain things that come across our life, and we shall be able to live a successful Christian life. അതിനാണ് ഞാൻ പറഞ്ഞ കർത്താവിന് വചനവും ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ നിറവും ഉണ്ടായിരുന്നു. That is why we said at the beginning, our Lord Jesus was filled with the knowledge of the word of God and was also filled with the power of Holy Spirit. ഞാൻ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ വന്ന ഒരു പ്രേരണ എടുക്കേണ്ട, പൗലോസ് അരോപായക്കുന്നിൽ സുവിശേഷം പറയാൻ പോയി. We know that Paul went to declare, to proclaim the word of God. അവിടെ ചെന്നപ്പോൾ പൗലോസ് നോക്കിയപ്പോൾ പൗലോസിന് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം പൗലോസിന് വിരോധികളാണ്. So there, when Paul looked around, he saw that all the people that he was surrounded by were against him. അപ്പോൾ പരിശുദ്ധാത്മാവിന് 9 കൃപാവരങ്ങളുള്ള, വേദപണ്ഡിതന്മാർ പറയുന്നത് പൗലോസ് നടക്കുമ്പോൾ ആ 9 കൃപാവരങ്ങളും അവന്റെ ചുറ്റും ഉണ്ടായിരുന്നെന്നാണ് ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത്. And the Bible scholars, they claim that when Paul used to walk, when Paul used to work, he used to have those 9 gifts of God, or 9 gifts of Holy Spirit that he had with him. ഉടനെ പൗലോസിന് ആത്മാവിൽ മനസ്സിലായി ഇവര് കംപ്ലീറ്റ് എതിരാണ്. അവിടെ സുവിശേഷത്തിന്റെ മെത്തേഡ് ഓഫ് ഇവാഞ്ചലിസം പരിശുദ്ധാത്മാവിന്റെ അകത്ത് ഇന്നർമാനിൽ പ്രകാശിപ്പിച്ചു കൊടുത്തു. And there, when he was proclaiming and preaching the word of God, he was, through the power of Holy Spirit, he was able to discern that probably this method of proclaiming the word of God is not appropriate in this place, and then Holy Spirit himself enlightened the way, the method in which they should proclaim the word of God in that place. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളുള്ള അരോപായക്കുന്നിൽ ആ സാഹചര്യത്തിൽ പൗലോസ് വിജയിക്കാൻ ഇടയായത് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായിരുന്നത് കൊണ്ടാണ്. That is why in that particular place that was filled with the shrines of the other deities, in that particular place he was able to successfully proclaim the word of God because Paul was filled with the power of Holy Spirit. പൗലോസ് അവിടെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് സുവിശേഷീകരണത്തിന്റെ ഇങ്ങനെയാണ്. ഞാൻ ചുറ്റി നടന്ന് നോക്കുമ്പോൾ അജ്ഞാത ദേവൻ എന്നൊരു വേദിക്കല്ല് കണ്ടെന്നാണ് പൗലോസ് ആരംഭത്തിൽ പറയുന്നത്. And Paul, in the beginning, he says that when he looked around, he was able to see the altar wherein sacrifices were being offered to an unknown god. അത് പറഞ്ഞിട്ട് പരിചയമില്ലാത്തവനായ പരിചയമുള്ള ഒരു മാറ്റർ സംഗതിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പരിചയമില്ലാത്തവനായ
ആമേൻ ഉന്നതനായി ദൈവത്തിലേക്ക് ജനത്തെ ആമേൻ ആകർഷിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. And then through that he was able to quote something that was familiar to the people around there, and through that instance he was able to quote onto the God who was a stranger to them at that point. എന്നിട്ട് പൗലോസ് ആമേൻ സ്തോത്രം ഇവിടെ പറയുകയാണ്, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം ആധികാരികമായി പറയുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. And there he declared boldly that the word of God proclaims that our Lord shall not consider your ways, your days when you were unknown to this fact, but then we all need to turn to the word of God, turn to the Lord, and to completely surrender unto him. ഇത് കേവലം വചനം മാത്രമല്ല, ആത്മാവിന്റെ ശക്തിയുടെ ഒരു പ്രദർശനശാല അവന്റെ ഉള്ളിൽ ഉണ്ടായി. And he not only had the word, the full knowledge of the word of God, but he also had that fullness of Holy Spirit in him. ആമേൻ. ഇവിടെ ആമേൻ സ്തോത്രം. ഒന്നാമത്തെ പരീക്ഷയുടെ ചില വാക്കുകൾ മാത്രം ഓർപ്പിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. Praise the Lord. And once again see some of the words that the devil used when in the first temptation that he had laid. അവിടെ പറയാണ്, നീ ദൈവത്തിനെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കുക എന്നാണ് പറയുന്നത്. And there he asks our Lord that if you are the Son of God, tell this stone to become a loaf of bread. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ ഹല്ലേലൂയ സാത്താനെ ആമേൻ സ്തോത്രം ഒന്നാമത് കർത്താവിനെ പരീക്ഷിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. And that verse that we read was the first type of temptation that the devil one had put forward. കർത്താവ് അതിനെ മറുപടി പറയുന്ന ഭാഗങ്ങളാണ്. ആവർത്തന പുസ്തകത്തെ ഉദ്ധരിച്ചാണ് കർത്താവ് അതിന്റെ മറുപടികളെ പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. And he we know that Lord Jesus replies to him through the verse that is mentioned in Proverbs. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തെ ഉദ്ധരിക്കുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. And there he proclaimed the verse which says that people do not live by bread alone but by every word of God. അപ്പോൾ നോക്കുക, ആഹാരത്തോടുള്ള ബന്ധത്തിലാണ് ആമേൻ ദൈവത്തിന്റെ സ്തോത്രം ഇവിടെ ആമേൻ അല്ലേ സാത്താൻ പരീക്ഷിക്കാൻ വന്നത്. ആമേൻ. So the first temptation was put forward in relation to food. ഇവിടെ അവിടെ എഴുതിയിരിക്കുന്നത് ആഹാരം ഭക്ഷണത്തോടുള്ള ബന്ധത്തിലാണ് പിശാച് പരീക്ഷിക്കുന്നത്. Praise the Lord. So the first temptation was laid forward in relation to food. Praise the Lord. പഴയ നിയമത്തിൽ നമുക്ക് കാണുന്നുണ്ട് ആമേൻ യാക്കോബ് ഏശാവ് ഭക്ഷണത്തോടുള്ള ബന്ധത്തിലാണ് അവിടെ പരീക്ഷിക്കപ്പെടുന്നതായിട്ടൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. And in the Old Testament we read that how Jacob and Esau they were being attempted by in relation to food. എന്നാൽ പരീക്ഷണത്തിൽ നമ്മുടെ കർത്താവ് ജയിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. But then in this trial we know our Lord Jesus won against the devil. അപ്പോൾ പഴയ ഏദൻ തോട്ടത്തിലും മനുഷ്യവർഗം ആദാം ഹൗവ ദമ്പതിമാർ മനുഷ്യവർഗത്തിന് തെറ്റു വന്നതും മിസ്റ്റേക്ക് വന്നതും ഭക്ഷണ വിഷയത്തിലായിരുന്നു. We know that in the Garden of Eden what happened with Adam and Eve was also in relation to food. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ ആമേൻ ഹല്ലേലൂയ ഭക്ഷണത്തോടുള്ള ബന്ധത്തിലാണ് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം തൂങ്ങിക്കിടക്കുന്നതായ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷണത്തോടുള്ള ബന്ധത്തിലാണ് ആദിമ മാതാപിതാക്കൾ പരാജയപ്പെടുവാനിടയായത്. ദൈവത്തിന് സ്തോത്രം. We know that the fruit of the tree of the knowledge of good and evil, it was in relation to that when the devil tempted them in relation to that, we know Adam and Eve failed over there. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒടുക്കത്തെ മാതാവായ ക്രിസ്തു ഇവിടെ ഭക്ഷണത്തിൽ ജയിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. But we know the last Adam, our Lord Jesus, he won against the devil when he was being tempted in relation to food. നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആദിമ സ്ഥാനത്ത് പരാജയപ്പെട്ടിടത്ത് ഇവിടെ യേശു ജയിക്കുകയാണ് പുതിയ നിയമത്തിൽ. ദൈവത്തിന് മഹത്വം. And we know that in the first place when mankind, the first Adam failed against the temptation in relation to food, but the last Adam, our Lord Jesus, he won against the devil in relation to the temptation with food. ഇന്ന് പകൽ നമ്മൾ ഓർക്കണം, കർത്താവിന് സ്തോത്രം. ആമേൻ. ആദം ഏദൻ തോട്ടത്തിൽ തൂങ്ങിക്കിടന്ന വൃക്ഷത്തിന്റെ ഫലം തൂങ്ങിക്കിടന്ന നടുവിൽ തൂങ്ങിക്കിടന്ന തോട്ടത്തിന്റെ നടുവിലാണ് അത് തൂങ്ങിക്കിടന്നത് വൃക്ഷഫലം എന്ന് കാണുന്നുണ്ട്. We know that in the Garden of Eden, that particular tree was in the middle of the garden.
അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറിയിൽ ദൈവത്തിന് സ്തോത്രം രണ്ട് കടന്മാരുടെ മധ്യത്തിൽ നടുവിൽ മനുഷ്യവർഗത്തിന് വേണ്ടി അവൻ തൂങ്ങിക്കിടക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. Praise the Lord. We also understand that our Lord Jesus, he was also being crucified in the middle, in between the two thieves, and then he died for the entire mankind. സാത്താൻ ആമീൻ ആമീൻ ഹല്ലേലൂയ ആമീൻ പഴയ നിയമത്തിൽ തോൽപ്പിച്ച സ്ഥാനത്ത് ഇവിടെ കർത്താവ് ജയിക്കുകയാണ്. And we know that how when the devil had failed the mankind in the first place, but here our Lord Jesus is giving victory through it. ഞാൻ എന്തിനാണ് ഓർപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തില് ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്, ഉപവാസം ആവശ്യമാണ്, ആത്മനിറവിൻ ജീവിതം ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Praise the Lord. A successful Christian life, we need to fast, we need to pray, and we also need to have that fullness of Holy Spirit. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആത്മനിറവിൻ ജീവിതത്തിൽ മാത്രമേ നമുക്ക് ജയകരമായ ജീവിതം നയിപ്പാൻ കഴിയുള്ളൂ. And only through the fullness of Holy Spirit we will be able to live a successful life. ആമേൻ. അതുകൊണ്ട് യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടാണ് യോർദാൻ വിട്ട് മടങ്ങുന്നത്. And we read and we understand that how Lord Jesus was filled with the power of Holy Spirit when he left Jordan. ഈ മാസത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് യേശുവിന് ആവശ്യമായിരുന്നു, ശിഷ്യന്മാർക്ക് ആവശ്യമായിരുന്നു, പത്രോസിന് ആവശ്യമായിരുന്നു, പൗലോസിന് ആവശ്യമായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് എത്രയധികം അതിനായി നമ്മളെ നിറയ്ക്കണമേ എന്ന് ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് this fulfillment of Holy Spirit, this fullness of Holy Spirit was desired and was required by our Lord Jesus. It was required by his disciples, by the apostles. So we who live here in this day, in this era of the world, in this modern time, how much more we need this power of Holy Spirit in our lives. കർത്താവ് വചനത്തിന് കൊടുത്ത അതേ പ്രാധാന്യം തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവിന് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And we understand that how our Lord Jesus gave equal importance to the word of God and to also to the fullness of Holy Spirit. ഈ ദിവസങ്ങളിൽ നമുക്ക് അതിജീവിക്കേണ്ടതിന്, ആ നിറവ് പ്രാപിക്കേണ്ടതിന് ദൈവങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. And let us submit ourselves into his presence that we also receive that fullness of Holy Spirit. യോഹന്നാന്റെ സുവിശേഷം 1:16 വാക്യം വായിക്കുന്നത്, ഹല്ലേലൂയ, ആ വാക്യങ്ങളെ വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ആമേൻ ദൈവത്തെ നമുക്ക് നിർത്താം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Let's read the book of John chapter 1 verse 16. അവന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. And we read that from his abundance we have all received one gracious blessing after another. ഈ മാസക്കാലം, പുതിയ മാസം തുടങ്ങുമ്പോൾ കർത്താവേ, ആ നിറവ്, ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഓരോ ദിവസങ്ങളും തന്ന് ജയകരമായ ജീവിതം നയിക്കണമെന്ന് നിന്റെ നിറവിൽ നിന്ന് പ്രാപിപ്പാൻ, ആ കൃപമേൽ കൃപ പോരെ കർത്താവേ, കൃപമേൽ കൃപ പ്രാപിപ്പാൻ ബലപ്പെടുത്തണമേ എന്ന് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray these days that Lord move forward in our life as we walk our day-to-day lives. From your abundance, fill us with that power of Holy Spirit that we receive one gracious blessing after another. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. Let us close our eyes and pray. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയായി കൂടിയൊരു അങ്ങേ ആരാധിപ്പാൻ അവസരത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ആ നിറവിന്റെ അനുഭവം, ആ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ നിറയപ്പെട്ട അനുഭവം, ശിഷ്യന്മാർ നിറയപ്പെട്ട അനുഭവം, പൗലോസ് പത്രോസൊക്കെ നിറഞ്ഞ അനുഭവം, കേവലം വചനം മാത്രമല്ല, ആത്മനിറവിൻ ജീവിതം ഈ മാസക്കാലം കർത്താവേ എപ്രകാരം മുന്നോട്ട് പോകുന്ന ആവശ്യമായ ദൈവകൃപ, ഹല്ലേലൂയ, പ്രാപിക്കേണ്ട ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നതിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ വചനം കേട്ട് എല്ലാവരെയും ഇവിടുന്ന് ബലപ്പെടുത്തണമേ. ഈ ദിവസങ്ങളിൽ കർത്താവ് മുന്നോട്ട് പോകാൻ ആവശ്യമായ ദൈവകൃപ എല്ലാവരുടെ പേരിലും പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇവിടുന്ന് ശക്തീകരിക്കണം. പ്രാർത്ഥനയിൽ അന്യോന്യം ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കും. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവിന്റെ കാവൽ ഇന്ന് പകൽ വചനം കേട്ട എല്ലാ ദൈവമക്കളുടെ ഭവനങ്ങളുടെ മേലും കർത്താവിന്റെ ഒരു ഇവിടുന്ന് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.